ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഫെജി ഏജൻസീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഫെജി, നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെയാണ് കട എന്ന് പറയണത്. ഇത് ക്രാഫ്റ്റ് മെറ്റീരിയൽസും ഡിസൈനിങ് എല്ലാം പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു കടയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഒന്നുമില്ല കേട്ടോ. ഇതൊരു വേറൊരു ലോകമാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും. ക്രാഫ്റ്റ് പരമായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. അപ്പോൾ 3D ഔട്ട്ലൈനേഴ്സ് ഉണ്ട്, ലിക്വിഡ് എംബ്രോയിഡറി ഉണ്ട്, പിന്നെ പെയിൻറ്റുകൾ എല്ലാ കളേഴ്സും ഉണ്ട്. പിന്നെ എന്താ വേണ്ടത്, ഈ ഷെൽഫിലൊക്കെ ഇരിക്കുന്ന പകുതി മുക്കാൽ സാധനങ്ങൾ എനിക്ക് എന്തിനാന്ന് പോലും അറിയില്ല. എന്നാലും നമ്മൾക്ക് ആവശ്യമുള്ളത് ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് അക്രൈലിക്കിൻ്റെ ട്യൂബുകളാണ് ഇതൊക്കെ കേട്ടോ. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. പിന്നെ ഇതെന്ന് പറയണത് കുറച്ച് ലെറ്റേഴ്സാണ്, ഗോൾഡൻ്റെ ക്യൂട്ടായിട്ടുള്ള ലെറ്റേഴ്സാണ്. ABCD എന്നൊക്കെ എഴുതിയിട്ടുള്ള എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. പിന്നെ ഫ്ലവർ മേക്കിങ്ങിനെ ആയാലും എല്ലാ പെയിൻറ്റിങ്, ഗ്ലാസ് പെയിൻറ്റ്, ഫാബ്രിക് പെയിൻറ്റ്, അക്രൈലിക്, എല്ലാ തരത്തിലുള്ള പെയിൻറ്റുകൾ, പിന്നെ ഇതേപോലത്തെ കുട്ടി കുട്ടി ബേർഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ച് നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ഫ്രെയിമുകൾ, പിന്നെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഗ്ലിറ്റർ പൗഡറാണ് കേട്ടോ. എല്ലാ തരത്തിലുള്ള ഗ്ലിറ്റേഴ്സും ഞാനിവിടെ കണ്ടു. ഞാനൊന്നും അങ്ങനെ എടുത്ത് നോക്കാനൊന്നും പറ്റിയില്ല, കാരണം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഓരോ കടയിൽ. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ബിഗിനേഴ്സിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു ക്രാഫ്റ്റ് സെയിലോ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഇവിടുന്ന് ബൾക്കായിട്ട് വാങ്ങിച്ച് കൊണ്ടുപോകാം. ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. നല്ലൊരു കടയാണ്. വലിയ വിലയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, അഫോർഡബിൾ ആയിട്ടുള്ള വില തന്നെയാണ് എല്ലാത്തിനും. അപ്പോൾ ഇതാണ് ഇവരുടെ കട എന്ന് പറയണത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ, മേലേക്കും ഉണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഡ്രസ്സിൻ്റെ ഡിസൈനിങ്ങിനും പിന്നെ ബീഡ്സ്, ലേസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ത്രെഡാണ്, ജൂട്ടിൻ്റെ ഉണ്ട്, തുണിയുടെ ഉണ്ട്, പിന്നെ നമ്മുടെ പേപ്പറിൻ്റെ ത്രെഡ് ഉണ്ട്. അപ്പോൾ കുറേ കളക്ഷൻ കണ്ടുട്ടോ, വെറൈറ്റി ഡിസൈനുകൾ ഞാൻ കണ്ടുട്ടോ. ഒത്തിരി നല്ല ഭംഗിയുണ്ട് എല്ലാതും ഇങ്ങനെ എടുക്കണം കാണാൻ. പിന്നെയെന്ന് പറയണത് നമ്മുടെ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാനുള്ള ഫെദേഴ്സ് കാര്യങ്ങൾ, അതിൻ്റെ റിങ്ങുകൾ എല്ലാതും. നമുക്ക് എന്താണോ ആവശ്യം അതവിടെ പോയി ചോദിച്ചാൽ മതി. അപ്പോൾ അവിടെ സ്റ്റോക്കില്ലെങ്കിൽ ഇല്ല എന്ന് പറയുള്ളൂ. അല്ലാത്ത എല്ലാ സംഭവങ്ങളും അവരുടെ കടയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ തൃശ്ശൂർക്കാരും പിന്നെ തൃശ്ശൂർക്ക് വരുന്നവരൊക്കെ, ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർ, വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കടയിലേക്ക് വരാതെ ഈ ഷെൽഫ് മുഴുവനും വേറൊരു ഐറ്റംസാണ് കേട്ടോ. അവിടെ ഇല്ലാത്തതൊന്നുമില്ല. സാറ്റിൻ റിബണുകൾ കണ്ടില്ലേ, പല കളേഴ്സിൽ പല ഡിസൈനിൽ ഉള്ളതുണ്ട്, പിന്നെ പല വലിപ്പത്തിലുള്ളതുണ്ട്. 5 രൂപ മുതൽ തുടങ്ങുകയാണ് അവിടുന്ന് റേറ്റ്. പല പാറ്റേണിലുള്ളതൊക്കെ ഉണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ സാറ്റിൻ റിബൺ മാത്രമല്ല, ലേസുകളൊക്കെ ഉണ്ട് കേട്ടോ. ലേസുകളൊക്കെ വേറൊരു സെക്ഷനായിട്ടാണ്. നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിൽ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ലേസുകളൊക്കെ അല്ലേ, അതൊക്കെ അവിടെ വേറൊരു സെക്ഷനുണ്ട്. പിന്നെ ബീഡ്സിൻ്റെ സെക്ഷനുണ്ട്. അതൊന്നും ഞാൻ പോയിട്ടില്ല, അതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഡ്രസ് ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യത്തിൻ്റെ ഒന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ വുള്ളൻ ത്രെഡുകളുണ്ട്, പിന്നെ പൈപ്പിംഗ് ത്രെഡുകൾ പല കളേഴ്സിലുള്ളതുണ്ട്, പിന്നെ ബീഡ്സുകൾ, നമുക്ക് അത്യാവശ്യം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പപ്പിക്കുട്ടികൾ ഉണ്ടാക്കില്ലേ, അതായത് പട്ടിക്കുട്ടികൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ, അങ്ങനത്തെ ഒരു തുണിയാണ് കേട്ടോ അത്. പേരെനിക്കറിയില്ല. പിന്നെ കുറേ ത്രെഡുകളുണ്ട്, മെഷീൻ ത്രെഡുകളുണ്ട്. പിന്നെ കുട്ടികൾക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ വരെ ഉണ്ട്. എല്ലാത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ കുറേ ഉണ്ട് അവിടെ. പല കളേഴ്സിലും പല ഡിസൈനിലും നമുക്ക് അവൈലബിളാണ്. ഇതൊരു വേറൊരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നെറ്റിപ്പട്ടൊക്കെ ഇല്ലേ, നെറ്റിപ്പട്ടത്തിൻ്റെ ഒക്കെ ഒരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ എത്ര അടി നെറ്റിപ്പട്ട എന്ന് പറഞ്ഞാൽ മതി നമുക്ക് ഉണ്ടാക്കേണ്ടത്. 1 അടി, 2.5 അടി, 3.5 അടി, അങ്ങനെ എത്ര അടിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പിന്നെയെന്ന് പറയുമ്പോൾ ഇത് ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ പല സൈസിലുള്ള ക്യാൻവാസ് ബോർഡുകളുണ്ട്. കട്ടി കൂടിയത്, കട്ടി കുറഞ്ഞത്, പിന്നെ നീളം കൂടിയത്, നീളം കുറഞ്ഞതൊക്കെ ഉണ്ട്. ഇതൊക്കെ ബ്രഷുകളാണ്. അപ്പോൾ ഞാൻ 1-2 ബ്രഷുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പല സൈസിൽ നല്ല ക്വാളിറ്റിയുള്ള ബ്രഷുകളാണ് കേട്ടോ. പിന്നെ എല്ലാതും ഇവിടെ ഉള്ളത് എല്ലാ സൈസിനും എല്ലാ പെയിൻറ്റിങ്ങിനും ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ സ്റ്റിക്കുകളുണ്ട്,
ഐസ്ക്രീം സ്റ്റിക്കുകൾ പല സൈസൊക്കെ പല കളേഴ്സിലുള്ളതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ എംബ്രോയ്ഡറി റിങ് എല്ലാതും ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാതും ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. തൃശ്ശൂരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്കുക. ഫെജി ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടെ ചെന്നിട്ട് ചോദിച്ചാൽ മതി. അപ്പം നമുക്ക് എന്തായാലും ആരായാലും നമുക്ക് പറഞ്ഞു തരും ഫെജി ഏജൻസീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതേപോലെ 2-3-4 കളേഴ്സ് ലൂസായിട്ട് വാങ്ങിക്കുക ചെയ്ത് കേട്ടോ. ഗ്രീനും ഓറഞ്ചും വൈറ്റും ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു പാലറ്റ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നമ്മളെ ഇതില്ലേ പെട്ടിയായിട്ടുള്ള അത് ഇവിടെ അടുത്തുള്ളൊരു കുട്ടിക്കായിട്ട് ഞാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ്. കണ്ടില്ലേ, ഇതേപോലത്തെ 80 രൂപയാണ് ഇതിന് റേറ്റ് എന്ന് പറയുന്നത്. പല റേറ്റിലുള്ളതുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 6 കളേഴ്സുള്ള ഒരെണ്ണം വാങ്ങിച്ചത്. പിന്നെ 3 സൈസിലുള്ള ബ്രഷും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്പി ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന കമ്പിയിൽ 5 രൂപയാണ് ഇതിന് വില കേട്ടോ. ഗോൾഡനും ഉണ്ട്. ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. പിന്നെ ഇത് നമ്മുടെ 3D ഔട്ട്ലൈനർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പോയപ്പോൾ എടുത്തത്. അപ്പം നിങ്ങൾക്കിനി അധികം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, തിരക്കുണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വിഷുവിൻ്റെ ബോട്ടിലാട്ട് നമ്മൾ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.